കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറുകയാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ മെയ് 4-നാണ് വരുന്നത്. പക്ഷെ അതേ ചുറ്റിപ്പറ്റിയുള്ള പോളിംഗ് ശതമാനങ്ങളൊക്കെ കണക്കാക്കുന്ന ആ ഒരു എക്സിറ്റ് പോൾ ഫലം ഇനി അത് പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം ഇത്തവണ ആർക്കൊപ്പമായിരിക്കും ജനം, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ മുഖം ആരായിരിക്കും എന്നൊക്കെ ഇതിലൂടെ വിലയിരുത്താൻ കഴിയും. പക്ഷേ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ ആകണമെന്നില്ല. ചിലത് അതിന് വിപരീതമായിട്ടും വരാറുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ എടുത്ത്, അല്ലെങ്കിൽ 2021-ലെയും 2016-ലൊക്കെ ആ ഒരു സമയത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തന്നെ കൃത്യമായിട്ട് വരണമെന്നില്ല. എന്തായാലും ഇത്തവണ അങ്ങനെയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് നിലനിർത്തിക്കൊണ്ട് നിയമസഭയിലും ആ ട്രെൻഡിങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UDF. മാത്രമല്ല, UDF വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയുണ്ട്. മറുവശത്താണെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. എന്തായാലും പുതിയൊരു വിലയിരുത്തലുകൾ പ്രകാരം ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വിലയിരുത്തലുകൾ പ്രകാരം ഈ UDF അല്ലെങ്കിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്ന സൂചനകളാണ് ശക്തമാകുന്നത്. പല വിഷയങ്ങളിലും ഉയർന്നു വരുന്ന അസന്തോഷം ഭരണവിരുദ്ധ തരംഗമായിട്ട് മാറുന്നുവോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത്. LDF സർക്കാരിനെതിരെ ചില മേഖലകളിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത് കാണുന്നത്. വിലക്കയറ്റം, തൊഴിലവസര പ്രശ്നങ്ങൾ, ഭരണ കാര്യക്ഷമത എന്നിവയിൽ ജനങ്ങൾ ചോദ്യം ഉയർത്തുന്നു എന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. ഈ ഒരു അസന്തോഷം വോട്ടായി മാറിയാൽ അത് നേരിട്ട് UDF-ന് നേട്ടമാകാൻ സാധ്യതയുണ്ട്. അതാണ് വലിയൊരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതേസമയം തന്നെ UDF സംഘടനാ തലത്തിൽ കൂടുതൽ സജ്ജമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും വോട്ടർമാരുമായിട്ട് നേരിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും നീക്കങ്ങൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ഫാക്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അധികാരമാറ്റം സംഭവിച്ചുള്ള ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായിട്ട് മാറുന്നുവോ എന്ന ചർച്ച കൂടുതൽ ശക്തമാവുകയാണ്. അതുപോലെ തന്നെ UDF-ന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം ഒരേ ഒരു ഘടകത്തിൽ ആശ്രയിച്ചല്ല തീരുമാനിക്കപ്പെടുന്നത്. സ്ഥാനാർത്ഥികളുടെ സ്വാധീനം, പ്രാദേശിക വിഷയങ്ങൾ, അവസാനഘട്ട ക്യാമ്പയിൻ, അത്തരം രീതിയിലൊക്കെയാണ് ഈ ഒരു ഫലം നിശ്ചയിക്കുക. എന്നിരുന്നാലും നിലവിലെ ട്രെൻഡുകൾ നോക്കുമ്പോൾ UDF-ന് ശക്തമായിട്ടുള്ള മുന്നേറ്റ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ ഇതൊരു ഉറപ്പായിട്ടുള്ള പ്രവചനമല്ല എങ്കിലും രാഷ്ട്രീയ സൂചനകൾ എല്ലാം ചേർത്ത് നോക്കുമ്പോൾ UDF-ന് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിലയിരുത്തൽ. അടുത്ത മാസങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന നിർണായക ഘടകമായിരിക്കും. സീറ്റുകളുടെ കണക്കിലേക്ക് ഇനി നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഒരു UDF-ന് ഒരു മുന്നേറ്റം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആകെ 140 മണ്ഡലങ്ങളിൽ 71 ആണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിലെ ട്രെൻഡുകൾ പ്രകാരം UDF-ന് 65 മുതൽ 80 വരെ സീറ്റുകൾ നേടാമെന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഉണ്ട് എന്നാണ് ചില വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം LDF-ന് 55 മുതൽ 75 വരെ സീറ്റുകൾക്കിടയിൽ നിലനിൽക്കുമെന്നാണ് മറ്റൊരു സൂചന. ചെറിയൊരു സ്വിംഗ് ഫലം പോലും മറിച്ചേക്കാം എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് എന്ന് പറയുന്നത്, അതായത് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ്. എന്തായാലും UDF വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുൻപന്തിയിൽ. അതിൽ CM സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പക്ഷത്ത് നിന്നായിരിക്കും. ഇപ്പോൾ ചർച്ചയിലുള്ള പ്രധാന പേരുകൾ എന്ന് പറയുന്നത് VD സതീശനും K സുധാകരനെയുമാണ്. രാഷ്ട്രീയപരമായിട്ട് പരിചയം, പാർട്ടിയിലുള്ള സ്വാധീനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഇവയെല്ലാം ചേർന്നാണ് അന്തിമ തീരുമാനം ഉണ്ടാകുക. അതിനാൽ ഇപ്പോൾ തന്നെ ഒരാളെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും മത്സരം കോൺഗ്രസിനുള്ളിൽ തന്നെ കനക്കുമെന്നത് വ്യക്തമാണ്. ഒടുവിൽ ഒരു കാര്യം വ്യക്തമാണ്, അതായത് UDF-ന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചുവരവ് സാധ്യതയാണുള്ളത്. പക്ഷെ അത് ഉറപ്പാക്കാൻ അവസാന ഘട്ടത്തിലെ നീക്കങ്ങൾ വളരെ നിർണായകമാകും. എന്തായാലും കേരള രാഷ്ട്രീയം വീണ്ടും ഒരു തീ പാറുന്ന പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ നാളെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ കാത്തിരിപ്പ് കൂടുകയാണ്. LDF-ഉം അതുപോലെ തന്നെ UDF-ഉം ഒരേപോലെ നിർണായകമായിട്ടുള്ള ഒരു സമയത്തെയാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെയാണ് നോക്കിക്കാണുന്നത്. ഈ ഫൈനൽ റിസൾട്ട് അല്ല എങ്കിലും എക്സിറ്റ് പോൾ ഒരു
ട്രെൻഡിങ് സിഗ്നൽ ആയിട്ടാണ് ഈ പാർട്ടി നേതാക്കൾ ഇതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളും ഈ എക്സിറ്റ് പോളുകൾ LDF അല്ലെങ്കിൽ അതിനെതിരെ പോയാൽ സ്വാഭാവികമായിട്ടും ആശങ്ക ഉയരും. പ്രത്യേകിച്ച് മാർജിൻ കുറവായിട്ടുള്ള പ്രൊഡക്ഷൻ വന്നാൽ പോലും അതൊരു രീതിയിലേക്ക് മാറും. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ എക്സിറ്റ് പോൾ UDF അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒപ്പോസിഷൻ ക്യാമ്പിൽ ആത്മവിശ്വാസം കുതിക്കുകയും ഇത് റിസൾട്ട് ഒരു മൊമെന്റമായി മാറാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വേവ് എന്ന തരത്തിലുള്ള ചർച്ചകളും ശക്തമാകും. ഒരുപക്ഷെ പ്രധാന കാര്യം കേരളത്തിൽ എക്സിറ്റ് പോൾ പലപ്പോഴും കൃത്യമായിട്ട് ഫലം പറഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രം. ചെറിയൊരു സ്വിംഗ് പോലും ഫലമായി മാറിയേക്കാം. അതിനാൽ എക്സിറ്റ് പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനെ ഫൈനൽ വെർഡിക്റ്റ് ആയി കാണാൻ സാധിക്കില്ല. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ LDF വലിയ ആശങ്ക ഉണ്ടാകുമെന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ നിലവിലെ സാഹചര്യം അനുസരിച്ച്. മാത്രമല്ല ഒരു ടൈറ്റ് ഫൈറ്റ് കാണിക്കാൻ പല മണ്ഡലങ്ങളും തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ നാളെ പുറത്തു വരുന്ന കണക്കുകൾ കേരള രാഷ്ട്രീയത്തിന്റെ ടോൺ സെറ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും LDF സംബന്ധിച്ചിടത്തോളം ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ UDF സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയ പ്രതീക്ഷയാണുള്ളത്. അപ്പൊ ഇത്തരം വിജയ പ്രതീക്ഷകളിൽ കാത്തിരുന്നുകൊണ്ടാണ് നാളത്തെ ആ ഒരു എക്സിറ്റ് ഫലം ഈ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല അമിത ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അതുകൊണ്ടാണല്ലോ CM പേരുകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങളിലേക്ക് UDF കടന്നിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ കേരളം തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം UDF ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ കാര്യം വളരെ നിർണായകമാണ്. അതായത് BJP പ്രതീക്ഷിച്ച സീറ്റുകൾ BJPയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയം കൂടിയുണ്ട്. അതനുസരിച്ചായിരിക്കും ഇനി അടുത്ത നീക്കം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു തീപാറുന്ന ഒരു വേദിയായിട്ട് മാറും എന്നതിൽ സംശയമില്ല. കാരണം ആ ഫലം വരുമ്പോൾ എന്തായിരിക്കാം ഉണ്ടാകുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഒരു ചെറിയ മാറ്റം പോലും പാർട്ടികൾക്ക് ആശങ്കപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്നതോ ആയി തീരാം. എന്തായാലും UDF വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും സീറ്റ് കിട്ടാത്ത മണ്ഡലങ്ങളിൽ ഇത്തവണ സീറ്റ് കിട്ടുമെന്നാണ് UDF ഉറച്ചു വിശ്വസിക്കുന്നത്. അത് തന്നെ വലിയൊരു അനുകൂലമായിട്ട് മാറും. ഇനി ന്യൂനപക്ഷ വോട്ടുകളും UDF മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു പിന്തുണ ഇത്തവണ UDF ഉണ്ടാകുമെന്നതാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാം. മെയ് 4 ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്നത്. എന്നിരുന്നാലും ഒരു പൊതുവെയുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ എന്തായാലും UDF തന്നെയാണ്. UDF നിലവിൽ ഇപ്പോൾ CM ആരാകണം എന്ന രീതിയിലേക്ക് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും VD സതീശനോ അല്ലെങ്കിൽ K സുധാകരനോ ആകാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. എന്തായാലും ഹൈക്കമാൻഡ് ആയിരിക്കും ആ ഒരു തീരുമാനം എടുക്കുക. പക്ഷേ ഈ ഒരു തീരുമാനം UDF നടക്കുമ്പോഴും വളരെ മൗനം പാലിച്ചിരിക്കുന്ന LDF കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണ വലിയ രീതിയിലുള്ള വാക്പോരുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ ഇടങ്ങളിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും വീരവാദം ഒഴുക്കുകയും അല്ലെങ്കിൽ സംവാദങ്ങൾ നടത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. വലിയ രീതിയിലുള്ള പരസ്യ പ്രചാരണങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ മൗനം പാലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ള രീതിയിലാണ് ഇത്തവണ LDF ഉള്ളത്. എന്തായാലും LDF സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുന്നത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലയിടങ്ങളിലും LDF തോൽക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടം തന്നെ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടേക്ക് UDF വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയായിരിക്കും വരിക എന്നത് നോക്കിക്കാണാം.